ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് മൗനരാഗം സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ കല്യാണി വക്കീലിൽ ചെന്ന് കാണുകയാണ്. വക്കീലാണെങ്കിൽ വേണ്ടുന്നതായിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും കല്യാണിക്ക് കൊടുക്കുന്നുമുണ്ട്. വക്കീലിനോട് തന്റെ ജീവിതത്തിൽ തന്റെ അച്ഛൻ ചെയ്തു കൂട്ടിയ ഓരോ ക്രൂരതകളും, അച്ഛൻ കാരണമാണ് തന്റെ വിദ്യാഭ്യാസം പോലും മുടങ്ങിപ്പോയത്. ഇപ്പം നാലാൾക്കാരുടെ മുന്നിൽ ഞാൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ കിരണേട്ടന്റെയും എന്റെ പാറുമോളുടെയും ഒക്കെ സഹായം കൊണ്ട് മാത്രമാണ്. കിരണേട്ടനെ പോലെയുള്ള ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടിയത് എന്റെ ജന്മത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു പുണ്യമാണ് എന്നുള്ള കാര്യമൊക്കെ ഇവളിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം വക്കീലിന് മനസ്സിലായി, എന്തായാലും കല്യാണി, നീ നാളെ നേരിടാൻ പോകുന്നത് ചില്ലറക്കാരനല്ല, അയാള് പ്രഗത്ഭനായിട്ടുള്ള ഒരു വക്കീല് തന്നെയാണ്. ഒരു വക്കീലിന് ഒരു പ്രതിയെ രക്ഷിക്കാനും സാധിക്കും, ശിക്ഷിക്കാനും സാധിക്കും. അതുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കി വേണം നീ നാളെ കോടതിയിൽ പെർഫോം ചെയ്യാൻ എന്നുള്ള കാര്യമൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ കല്യാണിയാണെങ്കിലോ, സാറേ, ഇനി ഞാൻ ജയിലിൽ പോകേണ്ടി വന്നാൽ പോലും എനിക്കതിൽ വലിയ വിഷമമൊന്നും ഇല്ല സാറേ. എന്റെ പരമാവധി, എന്റെ കഴിവിന്റെ പരമാവധി അവനെ പൂട്ടാനുള്ള കാര്യങ്ങള്, തെളിവുകള് ഞാൻ സാറിനെ കാണിച്ചു തന്നല്ലോ, ആ രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകും. അവനെ പൂട്ടിയിട്ട് തന്നെ ബാക്കി കാര്യം എന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങ് പോവുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് പ്രകാശനും മകനും കൂടി ഭയങ്കര ചർച്ചയാണ്. എങ്ങനെയെങ്കിലും ആ കല്യാണിയെയും അതേപോലെ കല്യാണിയുടെ ശല്യം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ശരണ്യയെയും തീർക്കണം. ശരണ്യ തന്നോടൊപ്പം തന്നെ നിന്ന് ഇതുമാതിരിയുള്ള കളിയാണല്ലോ കളിക്കുന്നത്. വിക്രത്തിന് എങ്ങനെയെങ്കിലും ശരണ്യെ ഒന്ന് ഒഴിവാക്കണമെന്നും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇവർ അച്ഛനും മകനും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം സരയും അതുപോലെ ശാരിയും കൂടി ഇവരെ ഫോൺ ചെയ്യാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ കോൾ എടുത്തു. അതുപോലെ തന്നെ നടന്ന കാര്യങ്ങള്, എന്നെ കള്ളക്കേസിൽ കുടുക്കി പ്രതിയാക്കാനാണ് കല്യാണി ശ്രമിച്ചത്. പക്ഷേ നിങ്ങൾ എല്ലാരും കൂടി സഹായിച്ചത് കൊണ്ടും എന്റെ അച്ഛന്റെ ആ ഒരു ഇടപെടൽ കൊണ്ടും മാത്രമാണ് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റിയത്. എന്തായാലും നീ പോലീസ് സ്റ്റേഷന് വെളിയിൽ വന്നല്ലോ. ഇനി നീ നേരിടാൻ പോകുന്നത് ആ സോണിയുടെ വീട്ടിൽ നടന്ന മോഷണക്കുറ്റം തന്നെയാണ്. ശരിക്കും ഞാനൊന്ന് ചോദിച്ചോട്ടെ വിക്രം, നിനക്കതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് സരയു ചോദിക്കാണ്. അപ്പൊ സരയുടെ ഈ ഒരു ചോദ്യമൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും വിക്രം നിന്ന് ഉരുണ്ട് കളിക്കാൻ തുടങ്ങി. ഞാൻ അത്തരം പരിപാടിയൊക്കെ അതൊക്കെ ഞാൻ അവസാനിപ്പിച്ചതാണ്. എപ്പോഴോ ഒരു പ്രാവശ്യം അത്തരത്തിലുള്ള ഒരു തെറ്റുകളിലേക്കൊക്കെ ഞാൻ പോയെങ്കിലും പിന്നീട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞാൻ ആവർത്തിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാലോ ശരണ്യ എങ്ങനെയാണ് എന്റെ ഭാര്യയായത് എന്നുള്ള കാര്യം. ആ ഒരു സംഭവത്തോടു കൂടി ഞാൻ ആ പരിപാടിയെ നിർത്തിയെന്ന് വിക്രം ഇങ്ങനെ സരയുടെ അടുത്ത് പറയുമ്പോൾ സരയുന് അത് വിശ്വസിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്തായാലും നാളെ കോടതിയിൽ ഹാജരാകണമല്ലോ. ആ സമയത്ത് എങ്ങനെയായിരിക്കും കല്യാണിയിൽ ഇനി നേരെ ജയിലിലേക്ക് പോകുന്നത് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവര് തങ്ങളിൽ സംസാരിക്കുമ്പോൾ പ്രകാശനാണെങ്കിൽ ഇതാ ഭയങ്കര സന്തോഷം. നമ്മുടെ വക്കീല് എന്തായാലും നല്ല പ്രഗത്ഭനായിട്ടുള്ള ഒരാള് തന്നെയാണ്. അയാള് കൈവച്ച കേസുകളൊന്നും ഇതുവരെ ഫ്ലോപ്പായി പോയിട്ടില്ല. അങ്ങനെയുള്ള വക്കീലിനോട് മുട്ടാനാണ് അതും ഒരു ക്ലാസ് പോലും ചൊവ്വേ നേരെ പഠിക്കാൻ പോകാത്ത കല്യാണി. അവൾ എങ്ങനെ വിജയിക്കാനാ? എനിക്ക് എന്തായാലും എന്റെ മകൻ ഈ കേസിൽ നിന്ന് ഊരിപ്പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിനും കോടതി വളപ്പില് എല്ലാരും കൂടി, ജഡ്ജിയും അതുപോലെ അവിടെ ആൾക്കാരൊക്കെ കൂടിയ സമയത്ത് നമ്മുടെ കല്യാണി വാദം തുടങ്ങുകയാണ്. വാദം തുടങ്ങുന്ന സമയത്ത് വിസ്തരിക്കാനുള്ളത് സ്വന്തം അച്ഛനെ തന്നെയാണ്. പുള്ളിക്കാരനെ ആ ഒരു കോർട്ടിൽ കയറ്റി നിർത്തി. അപ്പൊ പുള്ളിയാണെങ്കിലോ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിലും കള്ളത്തരമല്ലേ പ്രകാശിന്റെ വായിന്ന് വരുവുള്ളൂ. അപ്പൊ പ്രകാശിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ രണ്ടാമത്തെ മകളായ എന്നെ നിങ്ങൾ ഏത് സമയത്താ ശരിക്കും കണ്ടതെന്ന് ചോദിക്കുക. കുട്ടിക്കാലം തൊട്ടേ കല്യാണിയെ ഉപദ്രവിച്ച് പട്ടിണിക്കൊക്കെ ഇട്ട് അച്ഛമ്മയും അതുപോലെ തന്നെ അച്ഛനും ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം രാജകുമാരനാക്കി വളർത്തിയ വിക്രമാണ് ഇപ്പതാ പ്രതിക്കൂട്ടിലായി നിൽക്കുന്നത്. എന്തായാലും നമ്മുടെ കല്യാണി ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും പ്രകാശിന്റെ നെഞ്ചിലേക്ക് കൊണ്ട് തറയ്ക്കുകയാണ്. പ്രകാശനാണെങ്കിലോ ഇതിനൊക്കെ സത്യസന്ധമായിട്ടുള്ള മറുപടി എന്തായാലും പുള്ളിക്കാരൻ പറയത്തില്ല. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്ന സമയത്ത് നമ്മുടെ വക്കീലാണെങ്കിൽ ഇടപെടുകയാണ്. കല്യാണിയും ചില സമയത്ത് വക്കീൽ വെള്ളം കുടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്നാൽ കൂടിയും നമ്മുടെ കല്യാണി നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി കിരണും അതുപോലെ തന്നെ നമ്മുടെ രൂപയും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എങ്ങനെയും തന്റെ മരുമകൾ ജയിക്കണം. സേനന്റെ ഈ രൂപയുടെയൊക്കെ ആഗ്രഹം അത് തന്നെയാണ്.
വിക്രം എന്ന് പറയുന്ന അത്രയും ക്രൂരത നിറഞ്ഞിട്ടുള്ള ഒരുത്തനെ ഇനി ഇങ്ങനെ വെച്ച് പൊറപ്പിച്ചു കഴിഞ്ഞാൽ ശരിയാകില്ലല്ലോ. അതിനു വേണ്ടിയിട്ട് അവരെല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയാണ്. അതും പോരാഞ്ഞ് ആൽവിയുടെ തലമണ്ട അടിച്ച് പൊട്ടിച്ചത് അത് ഇവൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ നമ്മുടെ സോണിക്കും ആൽബിക്കും അതുപോലെ കിരണിനും ഒന്നും ഒരു സംശയവും ഇല്ല. അങ്ങനെ കല്യാണി ഓരോ കാര്യങ്ങളും ഓരോ പോയിന്റുകളും എടുത്തെടുത്ത് ചോദിക്കുകയാണ്. സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള പല കേസുകളും ഇവൾ കുത്തിപ്പൊക്കുന്ന സമയത്ത് നമ്മുടെ ശരണ്യയുടെ ഭർത്താവിനെ തല്ലിയ കേസും കൂടി ഇതിൽ ഇവൾ അങ്ങ് ഉൾപ്പെടുത്തുകയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുമ്പോഴത്തേക്കിനും ഇനി എനിക്ക് ഒരാളെ കൂടി സാക്ഷിയെ കൂടി വിസ്തരിക്കാനുണ്ട് എന്നുള്ള കാര്യം കല്യാണി പറയാണ്. അങ്ങനെ ആ ഒരു സാക്ഷിയെ കണ്ടതും നമ്മുടെ വിക്രവും പ്രകാശനും എല്ലാരും അങ്ങ് അമ്പരന്ന് നിൽക്കുകയാണ്. മറ്റാരുമല്ല, ശരണ്യയുടെ മുൻഭർത്താവിനെയാണ്. അത് കൊണ്ടുവന്നത് ശരണ്യ തന്നെയാണ്. അപ്പോഴാണ് ശരണ്യ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ കയറി കൂടിയത് എന്നുള്ള കാര്യവും തന്നെ എന്തുകൊണ്ടാണ് ഇവൾ ഇത്രയധികം ഉപദ്രവിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ വിക്രത്തിന് മനസ്സിലാകുന്നത്. ഇതെല്ലാം മനസ്സിലാക്കി വിക്രവും പ്രകാശനും ഒക്കെ വളരെയധികം സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അന്തിമ വിജയം എന്തായാലും സത്യത്തിന് തന്നെ ആയിരിക്കുമല്ലോ. കല്യാണിയുടെ ഓരോ ചോദ്യങ്ങൾക്ക് മുന്നിലും അടിപതറി വിക്രവും അവന്റെ അച്ഛനും ഒക്കെ നാണം കെട്ട് തോറ്റു തുന്നം പാടുന്ന ഒരു സീനാണ് ഇനി വരുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് എത്തിയിരിക്കുന്നത്. എല്ലാവരും കാണുക. അപ്പം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിക്കുകയാണ്. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.